ആനകളില്ലാത്ത ഫ്രാൻസിൽ ഏകദേശം 120 വർഷങ്ങൾക്ക് മുൻപ് കഴുത്ത് ഞെരിച്ച് കൊല്ലേണ്ടി വന്ന ഈ ആനയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും ട്ടോ. അതായത് 1902 അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വിനോദങ്ങളിൽ ഒന്നായിരുന്ന സർക്കസ് ബേർണം ബെയ്ലി എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സർക്കസ് കമ്പനി, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും ജയന്റ് ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കസ് കമ്പനിയാണെന്ന് പറയുന്നത്. അവരൊരു യൂറോപ്യൻ ട്രിപ്പിന്റെ ഭാഗമായിട്ട്, യൂറോപ്യൻ ടൂറിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിലെ ടൂർസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും സർക്കസ് കാണാൻ വരുന്ന ആളുകളെ രസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആനിമൽസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ പറയുന്നത്. സിംഹം, പുലി, ഒട്ടകം, ഹിപ്പോപ്പൊട്ടാമസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള പാമ്പുകൾ, കിളികൾ, അങ്ങനെ അങ്ങനെ ഒരുപാട് ആനിമൽസിന്റെ കളക്ഷൻ അവരുടെ കയ്യിലുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ ആ കൂട്ടത്തിലായിരുന്നു നമ്മുടെ ഈ പാവം പിടിച്ച ഏകദേശം ഒരു 60-70 വയസ്സ് പ്രായം ഉണ്ടായിരുന്ന ഫ്രിറ്റ്സ് എന്നാണ് കേട്ടോ ഈ ആനയുടെ പേര്. ഏകദേശം 10-15 വർഷത്തിലധികമായിട്ട് ഈ പറയുന്ന സർക്കസ് കമ്പനിയുടെ കൂടെയാണ് കേട്ടോ ഫ്രിറ്റ്സ് എന്ന് പറയുന്ന ഈ ആന. ആളുകൾക്ക് അല്ലെങ്കിൽ സർക്കസ് കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര പ്രിയങ്കരനായിട്ടുള്ള ഒരു ആനയായിരുന്നു കേട്ടോ ഫ്രിറ്റ്സ്. അതുപോലെ തന്നെ 1902 ജൂൺ മാസം 11-ാം തീയതി ഫ്രാൻസിലെ ടൂർസ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സർക്കസ് കമ്പനി വന്ന വിവരം നാട്ടുകാരെയും ജനങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ലോങ് പരേഡ് പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ പരേഡിൽ ഈ പറയുന്ന ഫ്രിറ്റ്സ് ആന പങ്കെടുക്കുകയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വയസ്സനായിരുന്നു ഈ ആന, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ ആ പരേഡിൽ വെച്ചിട്ട് ഈ ആനയ്ക്ക് മാനസികമായിട്ട് വിഭ്രാന്തി വരികയും അതായത് മതപ്പാട് വരികയും ഒരു വലിയൊരു പ്രോബ്ലം ആയിട്ട് വരികയും ആളുകളൊക്കെ മറിച്ചിടുകയും അതുപോലെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അന്നത്തെ കാലത്ത് ഈ മയക്കുവെടി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആനയുടെ കഴുത്തിൽ വലിയ ഇരുമ്പിന്റെ ചെയിൻ ഉപയോഗിച്ച് കെട്ടി വലിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണുണ്ടായത്. വേറെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആ സമയത്ത് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ സർക്കസ് കമ്പനി ആനയോടുള്ള ആദര സൂചകമായിട്ട് അതിന്റെ ബോഡി ടാക്സിഡമി ചെയ്തിട്ട് ടൂർസിലെ പ്രശസ്തമായിട്ടുള്ള മ്യൂസിയത്തിന് കൈമാറുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കിന് അല്ലെങ്കിൽ ഗാർഡന് ഈ ആനയുടെ പേരാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഫ്രിറ്റ്സ് ഗാർഡൻ എന്നാണ് ആ ഗാർഡന്റെ പേര്. നിലവിൽ ഫ്രാൻസ് പോലുള്ള ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും വൈൽഡ് ആനിമൽസിന് ഇതുപോലത്തെ സർക്കസ് പോലുള്ള പരിപാടികൾക്കും അതുപോലെ തന്നെ മറ്റു മതപരമായിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ബാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഫ്രിറ്റ്സ് എന്ന് പറയുന്ന ഈ ആനയുടെ ടാക്സിഡമി ചെയ്തു വെച്ച ഈ ബോഡി കാണാനും അതുപോലെ തന്നെ ഈ ആനയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറികൾ കേൾക്കാനും ചരിത്രം മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് കേട്ടോ ഈ മ്യൂസിയത്തിലേക്ക് വരുന്നത്. പിന്നെ ചില സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മളെ തൃശ്ശൂർ പൂരങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു വലിയ പൂരങ്ങൾക്കും നേർച്ചകൾക്കും അമ്പലത്തിലെ ചില ചടങ്ങുകൾക്കൊക്കെ നമ്മൾ ഈ ആനയെ ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ കാട്ടിലുള്ള ഒരു ആനേനെ പിടിച്ചിട്ട് അതിന് ഗോവിന്ദൻ, ഗോപാലൻ, ഗജരാജൻ ഞങ്ങളുടെ പേരൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക, ഇത്രയും ആൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് 10-20 ആനേനും 30 ആനേനൊക്കെ കൊണ്ടുവച്ച് ആന സോഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ശരിക്കും പ്രാകൃതമായിട്ടുള്ള പരിപാടിയാണ്. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ അതിന് വേറെ സൊല്യൂഷൻ